മോദിയുടെ പ്രഖ്യാപനമാണ് 2047ഓടെ ഇന്ത്യ സൂപ്പർ പവർ ആകുമെന്നുള്ളത്. അത് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നത്. എന്നാൽ മോഡി പറഞ്ഞതല്ല ശരി, അത് വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മധ്യപ്രദേശിലെ ക്യാബിനറ്റ് മന്ത്രിയും സീനിയർ നേതാവുമായ കൈലാഷ് വിജയ് വർഗിയ. ഇന്ത്യയുടെ ജനസംഖ്യാ ഘടന അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 30 വർഷത്തിനുള്ളിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് മധ്യപ്രദേശ് ക്യാബിനറ്റ് മന്ത്രിയും മുതിർന്ന BJP നേതാവുമായ കൈലാഷ് വിജയ് വർഗിയ പറഞ്ഞിരിക്കുന്നത്. വിജയ് വർഗിയയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഈ വിഷയത്തിൽ വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. 2047ഓടെ ഇന്ത്യ സൂപ്പർ പവറാകുമെന്ന് ഒരു വശത്ത് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ മറുവശത്ത് ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചുള്ള വിജയ് വർഗിയയുടെ പ്രസ്താവനയും പുറത്തു വരുന്നുണ്ട്. ഈ രണ്ട് റോളുകളും പൊരുത്തക്കേടുണ്ട് എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. വിജയ് വർഗിയ പറഞ്ഞതിങ്ങനെയാണ്: ഇന്നത്തെ കാലത്ത് സാമൂഹിക ഐക്യം വളരെ പ്രധാനമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താൻ ഒരു വിരമിച്ച ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുകയായിരുന്നു. സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഈ ഉദ്യോഗസ്ഥൻ. അടുത്ത 30 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആഭ്യന്തര യുദ്ധ സാഹചര്യം ഉണ്ടാകുമെന്നും ഇന്ത്യയിൽ ജനസംഖ്യാഘടന വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ഇവിടെ ജീവിക്കാൻ പ്രയാസമാണ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഹിന്ദുക്കളെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും വേണമെന്നതാണ് വിജയ് വർഗിയ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 20 വർഷക്കാലമായി BJP ആണ് മധ്യപ്രദേശിന്റെ അധികാരത്തിലുള്ളത്. എന്നിട്ടും ഹിന്ദു സമൂഹം ഭീഷണി നേരിടുന്നു എന്ന് ആ സംസ്ഥാനത്തെ മന്ത്രി പറയുമ്പോൾ എത്രത്തോളം വർഗീയ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും വർഷം മോദി ഭരണം നടത്തിയിട്ടും രാജ്യത്ത് ആഭ്യന്തര യുദ്ധം നടക്കുമെന്ന് BJP മന്ത്രി പറയുമ്പോൾ രാജ്യം സുരക്ഷിതമാവുമെന്ന് മോദി പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. കൈലാഷ് വിജയ് വർഗിയ എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു നേതാവാണ്. അത്തരത്തിൽ മറ്റൊരു വിവാദത്തിനാണ് അദ്ദേഹം ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്.